ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാം ചിപ്പ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉടച്ചേറി വെക്കുകയാണ്. അപ്പോൾ ഉടച്ചേറിക്ക് നമ്മൾ ആദ്യം കായ, ഇത് ഏത്തക്കായാണ് കേട്ടോ, ഒരു 2 ഏത്തക്കായ ഉണ്ട് ചെറുത്, പിന്നെ മത്തങ്ങ, ചെറുപയർ വൻപയറും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് അമ്മ ഇട്ട. അപ്പോൾ ചെറുപയറും വൻപയറും കൂടെ ചേർത്തിട്ട് ഇട്ടേക്കുവാണ്. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി. അപ്പൊ 2-3 പച്ചവെള്ളവും കൂടെ ഇട്ടിട്ടുണ്ട് അമ്മ. ഇപ്പൊ ഇനി നമ്മൾ ഇതിലോട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുവാണ്. ഏകദേശം 2 ഗ്ലാസ് വെള്ളമുണ്ട്, കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊരു 2-3 വിസിലിൽ വേവിച്ചെടുക്കാം. നമ്മള് അടുപ്പ് കത്തിച്ചിട്ട് ഈ കുക്കർ അതിലോട്ട് വെച്ചിട്ട് നമുക്ക് ഉടച്ചേറിക്ക് നമുക്ക് കടുക് വറുക്കാം. പാത്രം വെച്ചു, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക്, ഇപ്പൊ കടുക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ചേറിക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഇത്രയിട്ട് നല്ലപോലെ അരച്ചെടുക്കും. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതാണ് നമ്മൾ ഉടച്ചേറിക്ക് എടുക്കുന്ന അരപ്പ്. ആ അരപ്പിന്റെ ടേസ്റ്റാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് എന്ന് പറയാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും. നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പച്ചക്കായ, പയറ്, ചെറുപയറ്, വൻപയറ്, മത്തങ്ങ, 3 പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ 3 വിസിൽ ഏൽപ്പിച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വെച്ച് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അരപ്പ് നല്ലപോലെ തിളച്ച് വന്ന് വറ്റി നല്ലൊരു പച്ചമണം, അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുന്ന ടൈമിൽ നമ്മൾ ഈ വേവിച്ച് വെച്ചതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പൊ ഇത് നല്ലപോലെ പച്ചമണമൊക്കെ മാറി നമ്മുടെ അരപ്പെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കായയെല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം വറ്റി വന്നുകൊണ്ട് നമ്മൾ അരപ്പിലെ വെള്ളം അധികം വറ്റിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിഷ് ട്രൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പൊ അരപ്പും എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ അത് എല്ലായിടത്തും നല്ലപോലെ പിടിക്കും. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തന്നെ നമുക്ക് മുളക് പൊടി ഇട്ടും ചെയ്യാം. പച്ചമുളകിന് പകരം മുളക് പൊടി ഇട്ട് ചെയ്യാം. അപ്പൊ ഒരു ചുവന്ന കളറായിരിക്കും, ചുവപ്പ് കളറായിരിക്കും കറിക്ക് വരുന്നത്. ഇതിപ്പോ ഈ ഒരു മഞ്ഞ കളറ്, പച്ച മഞ്ഞ കളർ വന്നേക്കുന്നത് നമ്മൾ പച്ചവെള്ളം അരച്ചുകൊണ്ടാണ്. ഉടച്ചേറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഞ്ഞിയുടെ ഒക്കെ കുടിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.